മെറ്റലർജിയിൽ 3 പ്രോസസ്സുകളാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അതിലൊന്ന് കോൺസെൻട്രേഷൻ ഓഫ് ഓർ, രണ്ടാമത്തത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ, മൂന്നാമത്തത് റിഫൈനിങ് ഓഫ് മെറ്റൽ. അതിൽ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ആണ് സംസാരിക്കുന്നത്. ദ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് ദ മെറ്റൽ കോണ്ടന്റ് ഓഫ് ദ ഓർ ബൈ റിമൂവിങ് ഗ്യാങ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഓറിലെ മെറ്റലിന്റെ എമൗണ്ട് കൂട്ടുക. ഓറിൽ പ്രസന്റ് ആയിട്ടുള്ള മെറ്റലിന്റെ എമൗണ്ട് കൂട്ടുക. വളരെ സിമ്പിളാണ്. ഓറിൽ മെറ്റൽ കോമ്പൗണ്ടും ഉണ്ടാവും, അതോടൊപ്പം തന്നെ അൺഡിസയേർഡ് സബ്സ്റ്റൻസ് ഉണ്ടാവും, അതല്ലാത്ത കോമ്പൗണ്ടുകൾ ഉണ്ടാവും. ആ അൺഡിസയേർഡ് സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്യാങ്. നമുക്ക് ഡിസയറബിൾ അല്ലാത്ത, നമ്മൾ ആഗ്രഹിക്കാത്ത സബ്സ്റ്റൻസും അതിൽ പ്രസന്റ് ആയിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്യാങ് അഥവാ ഇംപ്യൂരിറ്റി എന്ന് പറയും. ആ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മിനറലിൻ്റെ എമൗണ്ട് കൂടും. മിനറലിൻ്റെ എമൗണ്ട് കൂടുമ്പോൾ അവിടെ മെറ്റലിൻ്റെ എമൗണ്ടും കൂടും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് ഓർ, ദ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് മെറ്റൽ കോണ്ടന്റ് ഓഫ് ദ ഓർ ബൈ റിമൂവിങ് ഗ്യാങ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ്. ഈ ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പ്യൂരിറ്റീസ് ആണ്. ഇനി നോക്കേ, അതിന് ഡിഫറെൻ്റ് പ്രോസസ്സുകൾ നമ്മൾ എടുക്കാറുണ്ട് ഈ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. അതിൽ ഒന്നാമത്തതാണ് ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്. വെള്ളം ഉപയോഗിച്ച് കഴുകുക. സിമ്പിളാ, വെള്ളം ഉപയോഗിച്ച് കഴുകുക. ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്. അതിൽ നോക്കണേ, ഡെൻസിറ്റി ഓഫ് ദ ഓർ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ഗ്യാങ്. ഓറിന്റെ ഡെൻസിറ്റി ഗ്യാങ്ങിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യാം? ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ് യൂസ് ചെയ്യാം. ശരിക്കും ശ്രദ്ധിക്കണേ, സാധാരണ ഓക്സൈഡ് ഓറുകളാണ് ഇത്തരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാറുള്ളത്. ഇപ്പോൾ ഒരു വാട്ടർ എടുത്തു, അതിലേക്ക് നമ്മൾ ഈ ഓറും ഗ്യാങ്ങും കൂടി കമ്പൈൻ ചെയ്ത മിക്സ് ആഡ് ചെയ്യുമ്പോൾ ഓറിൻ്റെ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ ഓറ് താഴേക്ക് പോവും, ഗ്യാങ് ഫ്ലോട്ട് ചെയ്ത് നിൽക്കും, വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും ഡെൻസിറ്റി കുറവാണെങ്കിൽ. അപ്പോൾ ആ ഫ്ലോട്ട് ചെയ്ത സാധനത്തിനെ നമുക്ക് വകഞ്ഞ് മാറ്റാം. ആരെ മാത്രം എടുക്കാം? ഓറിനെ മാത്രം എടുക്കാം. അപ്പോൾ ഓറ് കുറച്ചും കൂടി പ്യുവർ ആയിട്ട് കിട്ടും, കോൺസെൻട്രേറ്റ് ചെയ്ത് കിട്ടും. ഇപ്പോൾ ഇതിനൊരു പിക്ചറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കണേ. ഇപ്പോൾ ഇത് വാട്ടറാണ്, വാട്ടർ ഇൻലെറ്റ് പൈപ്പാണിത്. ഇതിലേക്ക് പൗഡേർഡ് ഓറ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്തു, ഈ വാട്ടറിലേക്ക് ഇട്ടു. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഓറ് താഴേക്ക് പോയി, കാരണം ഓറിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്. എന്നാൽ ഡെൻസിറ്റി കുറഞ്ഞ ഗ്യാങ് പാർട്ടിക്കിൾ മുകളിൽ കൂടെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് സസ്പെൻഷൻ ഓഫ് ഓർ ആണ് ഉള്ളത്. വാട്ടറും ഓറും മിക്സ് ചെയ്ത ആ സൊല്യൂഷൻ ഇതാണിത്. ഓറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് താഴേക്ക് വരും, ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് താഴേക്ക് വരും. ഗ്യാങ്ങിൻ്റെ ഡെൻസിറ്റി കുറവായതുകൊണ്ട് നമുക്ക് മുകളിൽ കൂടെ അത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കും, അതിനെ ഒഴിവാക്കാനും പറ്റും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താ? ഡെൻസിറ്റി ഓഫ് ദ ഓർ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ഗ്യാങ്. ഗ്യാങ്ങിനേക്കാൾ ഓറിന് ഡെൻസിറ്റി കൂടുതലാണെങ്കിലാണ് ഈ മെത്തഡ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ നോക്ക്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. നേരെ തിരിച്ച്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ്റെ പ്രത്യേകത, വെൻ ഓർ ഈസ് ലെസ് ഡെൻസ് ദാൻ ഗ്യാങ്. ഗ്യാങ്ങിന് ഡെൻസിറ്റി കൂടുകയും ഓറിന് ഡെൻസിറ്റി കുറയുകയും ചെയ്യുമ്പോഴാണ് ഏത് യൂസ് ചെയ്യുക? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മളിത് അവിടെ നോക്കണേ, നമ്മൾ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അത് സിമ്പിളാണ്. പൗഡേർഡ് ഓർ പ്ലസ് ഓറും, പൗഡേർഡ് ഓറും വാട്ടർ പ്ലസ് പൈൻ ഓയിലും കൂടി മിക്സ് ചെയ്യും. ഇതാ പൗഡേർഡ് ഓർ വാട്ടർ പ്ലസ് പൈൻ ഓയിൽ, ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ റോട്ടർ വെച്ചിട്ട് ഇതിനെ കറക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ കൂടി ഈ ഇൻലെറ്റ് കൂടിയാണ് കേട്ടോ ഇതിട്ട് കൊടുക്കുക. ഇത് വാട്ടറാണ്. ഈ വാട്ടറിലിട്ട് ഇത് കറക്കുമ്പോൾ നമുക്കറിയാം ഓർ ലെസ് ഡെൻസാ. ആരാണ് ഡെൻസിറ്റി കൂടുതൽ? ഗ്യാങ്ങിനാണ് ഡെൻസിറ്റി കൂടുതൽ. അപ്പം ഗ്യാങ് താഴെ നിൽക്കുകയും ഓറ് ഈ പതയുടെ കൂടെ, ഫ്രോത്തിൻ്റെ കൂടെ ഒട്ടിപ്പിടിച്ച് കിടക്കുകയും ചെയ്യും. ശ്രദ്ധിക്കണതാ, ഓർ പാർട്ടിക്കിൾ സ്റ്റിക്ക് ടു ദ ഫ്രോത്ത് ആൻഡ് ഫ്ലോട്ട്. എന്നിട്ട് എന്ത് ചെയ്യും? ആ പത നമുക്ക് മാറ്റി ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺസെൻട്രേറ്റഡ് എന്ത് കിട്ടും? ഓറ് കിട്ടും. സാധാരണ സൾഫൈഡ് ഓറുകളാണ് ഇത്തരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കാറുള്ളത്. ക്ലിയർ അല്ലേ? ദെൻ അടുത്ത മെത്തേഡ് നോക്കണേ, മാഗ്നറ്റിക് സെപ്പറേഷൻ. ഒരു മാഗ്നറ്റിക് റോട്ടർ വെച്ചിട്ട് ഓറിനെ ഐസൊലേറ്റ് ചെയ്യാണ്, കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഫോമാറ്റാണിത്. സിമ്പിളാണ്.
ഓർ ഈസ് പാസ്ഡ് ത്രൂ എ മാഗ്നറ്റിക് റോളർ. മാഗ്നറ്റിക് റോളർ ഈസ് നത്തിങ് ബട്ട് ഇതവിടെ നോക്കണതാ, ഇതാണ് റോളർ. ഇത് മാഗ്നറ്റിക് റോളറാണ്. ഇതിൻ്റെ മുകളിൽ ഒരു ബെൽറ്റ് ഉണ്ട്. ഇതിലേക്ക് നമ്മൾ ഓർ ആഡ് ചെയ്യും. ഓർ ആഡ് ചെയ്യുമ്പോൾ ഓർ രണ്ട് തരത്തിലുണ്ടാവാം. മാഗ്നറ്റിക് അട്രാക്ഷൻ ഉള്ളതും ഉണ്ടാവാം, മാഗ്നറ്റിക് അട്രാക്ഷൻ ഇല്ലാത്തതും ഉണ്ടാവാം. ഇപ്പോൾ Fe3O4 എടുക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് അട്രാക്ഷൻ ഉള്ളതാ, മാഗ്നറ്റിന്റെ മുകളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. എന്നാൽ SnO2 ടിൻ്റെ കാസിറ്ററേറ്റ്, ഈ SnO2 ആണ് എടുക്കുന്നതെങ്കിൽ അത് മാഗ്നറ്റിക് അട്രാക്ഷൻ ഇല്ലാത്തതാണ്. അപ്പോൾ ഓർ ഉള്ളതും ഉണ്ടാവാം, ഇല്ലാത്തതും ഉണ്ടാവാം. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുക. നമ്മൾ മാഗ്നറ്റൈറ്റ് ആണ് എടുത്തത് വെക്കുക. ആ മാഗ്നറ്റൈറ്റിൽ ഗ്യാങ് ആയിട്ട് മണലുണ്ടാവും, സിലിക്ക, മണൽ. ആ സിലിക്ക SiO2 ഒരു കാരണവശാലും മാഗ്നറ്റിക് അട്രാക്ഷൻ ഇല്ലാത്തതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ Fe3O4ഉം സിലിക്കയും കൂടി ആഡ് ചെയ്തു, ഗ്യാങ്ങും കൂടി ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? ഇവിടെ ഈ യെല്ലോ കളറിലുള്ളത് Fe3O4 ആ, എന്ന് വെച്ചാൽ മാഗ്നറ്റിക്കലി അട്രാക്റ്റഡ് ആ. അപ്പോൾ ഈ മാഗ്നറ്റിന്റെ മുകളൊക്കെ അട്രാക്ട് ചെയ്താ താഴെ എത്തുമ്പോൾ മാഗ്നറ്റിക് അട്രാക്ഷൻ നഷ്ടപ്പെടും, ഇതിലേക്ക് വീഴും. ഈ SiO2 ഇല്ലേ, മാഗ്നറ്റിക് അട്രാക്ഷൻ ഇല്ലാത്തത്, അതെന്ത് ചെയ്യും? തെറിച്ചു പോവും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും ഇത് നോൺ മാഗ്നറ്റിക് ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും. ഇപ്പോൾ Fe3O4ൻ്റെയും SiO2ൻ്റെയും ഒരു മിക്സ് ആണ് എടുക്കുന്നതെങ്കിൽ ഇത് SiO2 ആയിരിക്കും, ഇത് ഏതായിരിക്കും? Fe3O4 ആയിരിക്കും. ഇനി SnO2 ആണ് എടുക്കുന്നതെങ്കിൽ അത് മാഗ്നറ്റിക് അട്രാക്ഷൻ ഇല്ലാത്തതാണ്, തെറിച്ച് ഇങ്ങോട്ടേക്ക് വീഴും. ക്ലിയർ? അപ്പോൾ ഇതിലെ പ്രത്യേകത, ഓരോ ഗ്യാങ്ങും ആരെങ്കിലും ഒരാൾ ഏതായിരിക്കണം? മാഗ്നറ്റിക് അട്രാക്ഷൻ ഉള്ളതായിരിക്കണം. അടുത്തതൊന്നും കൂടി ഉണ്ട്, ലീച്ചിങ്. ലാസ്റ്റ് വൺ ആൻഡ് ഓൺലി കെമിക്കൽ മെത്തേഡാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള വൺ ആൻഡ് ഓൺലി കെമിക്കൽ മെത്തേഡ്. സംഭവിക്കുന്നത് വളരെ സിമ്പിളാണ്. പൗഡേർഡ് ഓറും ഗ്യാങ്ങും ഉണ്ടാവും. പൗഡേർഡ് ഓറും ഗ്യാങ്ങും കൂടിയല്ലേ, ഈ ഗ്യാങ്ങിൻ്റെ എമൗണ്ട് കുറക്കുന്നതല്ലേ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറഞ്ഞാൽ. ഇതിനെ രണ്ടിനെയും കൂടി ഒരു സോൾവെൻറ്റിലേക്ക് ഒഴിക്കും, സ്യൂട്ടബിൾ സോൾവെൻറ്റിലേക്ക് ഒഴിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ പൗഡേർഡ് ഓർ സോൾവെൻറ്റിൽ ഡിസോൾവ് ആവും. ഈ ഗ്യാങ് ഇല്ലേ, ഇൻസോളുബിൾ ആയിട്ട് നിൽക്കും. അപ്പോൾ ആ ഇൻസോളുബിൾ സാധനത്തിനെ ഫിൽറ്റർഡ് ഓഫ് ചെയ്യാം, ഫിൽറ്റർ ചെയ്ത് ഒഴിവാക്കാം. ആ ഗ്യാങ്ങിനെ മാത്രം, ഓർ മാത്രം ഏതിൽ സോൾബിൾ ആയിരിക്കും? സോൾവെൻറ്റിൽ സോൾബിൾ ആയിരിക്കും. വേറെ കെമിക്കൽ യൂസ് ചെയ്ത് അതിനെ എന്ത് ചെയ്തെടുക്കാൻ പറ്റും? ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് മനസ്സിലാവും. ഇതവിടെ നോക്കണേ. ഗോൾഡിന്റെ പ്യൂരിഫിക്കേഷൻ ആണ് കേട്ടോ സംസാരിക്കുന്നത്. ഏതാണ്? ഗോൾഡിൽ വേറെ പാർട്ടിക്കിൾസ് ഉണ്ടാവും, ഗ്യാങ് പാർട്ടിക്കിൾസ് ഉണ്ടാവും ഗോൾഡിൽ. ശരിക്കും ശ്രദ്ധിക്കണേ, ഗ്യാങ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇതിന് നമ്മൾ പൊട്ടാസ്യം സയനൈഡ് സോൾവെന്റിലേക്ക്, പൊട്ടാസ്യം സയനൈഡിലേക്ക് ഈ സാധനത്തിനെ ആഡ് ചെയ്യും. പൊട്ടാസ്യം സയനൈഡിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗോൾഡ് പൊട്ടാസ്യം സയനൈഡിൽ ഡിസോൾവ് ആവും. എന്നാൽ ഈ ഗ്യാങ് പാർട്ടിക്കിൾ പൊട്ടാസ്യം സയനൈഡിൽ എന്താവില്ല? ഡിസോൾവ് ആവില്ല. ഡിസോൾവ് ആവാത്തതിന് നമ്മൾ ഫിൽട്ടർ ഓഫ് ചെയ്യും. ഇതൊരു സൊല്യൂഷൻ ആയിട്ട് മാറിയിട്ടുണ്ടാവും. സൊല്യൂഷൻ പ്ലസ് ഗ്യാങ്, GANGUE. അപ്പോൾ ഈ ഗ്യാങ് നമ്മൾ ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കും. അപ്പോൾ ഈ സൊല്യൂഷൻ ഫോം ചെയ്തിട്ടില്ലേ, ആ സൊല്യൂഷന് മാത്രം പുറത്തേക്ക് എടുക്കും. എന്നിട്ട് നമ്മൾ അതിലേക്ക് സിങ്ക് ആഡ് ചെയ്യുമ്പോൾ ഗോൾഡ് സെപ്പറേറ്റ് ആവും. ആ സൊല്യൂഷനിൽ ആരാ ഉണ്ടാവുക? ഗോൾഡിന്റെ സയനൈഡ് സൊല്യൂഷനാണ് ഉണ്ടാവുക. അതിലേക്ക് നമ്മൾ സിങ്ക് മെറ്റലാണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ ഗോൾഡ് സെപ്പറേറ്റ് ഔട്ട് ആവും, സിങ്കിന്റെ സൊല്യൂഷൻ ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ പ്യുവർ ഗോൾഡിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും.